മലയോര കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സിറിയക് ജോണിനെ പോലെ പോരാട്ടം നടത്തിയ നേതാക്കന്മാർ വളരെ കുറവാണ്. മലയോര കർഷകർക്ക് വേണ്ടി തൻ്റെ പൊതുജീവിതത്തിൻ്റെ പ്രധാന ഭാഗം നീക്കിവെച്ച സിറിയക് ജോൺ കേരളത്തിലെ മലയോര കൃഷിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ എനിക്ക് സിറിയക് ജോണിനെ നേരിട്ടറിയാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തിടപെടാൻ തുടങ്ങിയത് 1970 കേരള നിയമസഭയിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ്. അന്ന് മുതൽ അവസാന കാലം വരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു സിറിയക് ജോൺ. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യമോഹം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ അറസ്റ്റ് വരിച്ച് ജയിലിലായിരുന്ന ഗാന്ധിജി ആ വർഷം തന്നെ ജയിൽ മോചിതനായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിലുടനീളം സംഘടിപ്പിക്കപ്പെട്ട വിമോചനത്തിനായുള്ള ഉപവാസ സമരങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ കടപ്ലാമറ്റമെന്ന കാർഷിക ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബമായിരുന്ന പറതൂക്കിയേൽ കൊച്ചുകുട്ടിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ജോണിനും മറിയാമ്മയ്ക്കും ജനിച്ച കൊച്ചെന്നു വിളിക്കുന്ന കുര്യാക്കോസ് ഭാരതമണ്ണിൽ അലയടിച്ചിരുന്ന സ്വാതന്ത്ര്യസമര മുദ്രാവാക്യങ്ങൾ കേട്ടുവളർന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും രാഷ്ട്രീയ ചിന്തകൾ മനസ്സിലിട്ട് താലോലിച്ചു. പിന്നീട് കുര്യാക്കോസ് എന്ന കൊച്ച് പാടശേഖരങ്ങളിൽ നൂറുമേനി വിളഞ്ഞാലും കടം മാത്രം ബാക്കിയായിരുന്ന കേരളത്തിലെ കർഷകർക്ക് അവർ കണ്ട സ്വപ്നങ്ങൾ കൈകളിലെത്തിച്ചു കൊടുക്കുന്നവനായി. കഠിനാധ്വാനികളായ കർഷകരുടെ വിയർപ്പുമുത്തുകൾ പൊന്മണികളാക്കാൻ പിറന്നവനായി മാറിയെന്നുള്ളത് മറ്റൊരു സത്യം. കൊച്ചെന്നും കുര്യാക്കോസ് എന്നും അറിയപ്പെട്ടിരുന്ന സിറിയക് ജോൺ എന്ന അതുല്യ ജനകീയ നേതാവിൻ്റെ ജീവിത സമരകഥകളുടെ ചില ഏടുകളിതാ. സഹോദരങ്ങളായ ഏലിക്കുട്ടി, കുഞ്ഞൂഞ്ഞ് എന്നറിയപ്പെട്ടിരുന്ന PJ മാത്യു, PJ മേരി എന്നിവരോടൊത്ത് കടപ്ലാമറ്റമെന്ന കർഷക ഗ്രാമത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ മലബാറിൽ അമ്മാവന്മാരായ മുണ്ടിയാനി സഹോദരങ്ങൾ മലബാർ കുടിയേറ്റത്തിലൂടെ കൃഷിഭൂമി വെട്ടിത്തെളിക്കുകയായിരുന്നു. പിന്നീട് അവരുടെ നിർദ്ദേശപ്രകാരം കൊച്ചിൻ്റെ പിതാവും കുടുംബത്തോടൊപ്പം മലബാറിലേക്ക് കുടിയേറി. പക്ഷേ കടപ്ലാമറ്റം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ പഠനം പൂർത്തിയാക്കുന്നതിനായി അല്പനാൾ കോട്ടയത്ത് വയലായിലുള്ള ബന്ധുവീടുകളിൽ നിന്ന് കൊച്ച് പഠനം തുടർന്നു. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളായ സ്പോർട്സിലും ചിത്രരചനയിലും പ്രസംഗത്തിലും ആ കൊച്ച് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. ബന്ധുവും സഹപാഠിയുമായിരുന്ന സെബാസ്റ്റ്യൻ നരിമറ്റമെന്ന ഉറ്റ സുഹൃത്തിൻ്റെ പ്രോത്സാഹനം കൂടി കൊച്ചിൻ്റെ വിജയങ്ങൾക്കു പിന്നിലുണ്ടായിരുന്നു. അക്കാലത്ത് കൊച്ചിനൊപ്പമുണ്ടായിരുന്ന സഹപാഠിയും ബന്ധുവുമായിരുന്ന മേൽവട്ടം മാത്യു എന്ന മത്തക്കുട്ടിയുടെ വാക്കുകൾ ശ്രവിക്കാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു ശേഷം കടപ്പനാട്ടത്ത് ഞാൻ കിടങ്ങൂർ പോയി. കിടങ്ങൂർ സെൻറ്റ് മേരീസിൽ പിറ്റേ കൊല്ലം കടപ്പനാട്ടത്ത് ഹൈസ്കൂളിൽ UP സ്കൂള് ഹൈസ്കൂളാക്കി ഉയർത്തി. അന്നേരം അവിടെ പഠിച്ച പുള്ളി. അങ്ങനെയാണ്. അതാകുമ്പോൾ അതിൻ്റെ ഞങ്ങൾ തമ്മിലുള്ള ഇത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കോർട്ടിൽ കളിക്കുക, അങ്ങനെയുള്ള വളരെ അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. പിന്നെ പുള്ളി രാഷ്ട്രീയത്തിലേക്ക് പോയി, ഞാൻ നേരെ കൃഷിക്കാരനായി. പുള്ളിയുടെ പേര് PU കുര്യാക്കോസ് എന്നാകാം. ക്ലാസ്സിലെ പേര് PU കുര്യാക്കോസ്. അത് സിറിയക്കോണാക്ക് ഞങ്ങളുടെ ഇവിടെ എത്തപ്പഞ്ചാട്ടം വരെ ഒരാളുണ്ട്. എന്താടാ ഈ PU കുര്യാക്കോസ്
ഈ എൻ്റെ പേര് ഞാൻ സിറിയക്കോണാക്കുക, അങ്ങനെ ഇയാളാണ് ഇവിടെ പുള്ളിയെ സിറിയക്കോണാക്കുക. 1950 തൻ്റെ 17ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൊച്ചും കടപ്ലാമറ്റത്തോട് വിട പറഞ്ഞ് കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിലെത്തി കുടുംബത്തോടൊപ്പം ചേർന്നു. കടപ്ലാമറ്റത്തെ പോലെ കൃഷിയോഗ്യമായ ഭൂമിയായിരുന്നെങ്കിലും കാടും മേടും മൊട്ടക്കുന്നുകളും നിറഞ്ഞിരുന്ന കട്ടിപ്പാറയിലെ ഭൂമി കൊച്ചുകുട്ടിച്ചേട്ടനും കൊച്ചും കുടുംബവും ബന്ധുക്കളും ഒത്തൊരുമിച്ച് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് പൊന്നു തരുമെന്ന സത്യം ഇവിടെ യാഥാർത്ഥ്യമായി. കട്ടിപ്പാറയെന്ന ആ ഗ്രാമം ആ കുടുംബത്തെ ഇരു കൈകളും നീട്ടി ഉയരങ്ങളിലേക്കെത്തിച്ചു. മണ്ണും കൃഷിയുമായുള്ള ആത്മബന്ധത്തിന്റെ 2ാം അധ്യായം ആ കുടുംബം അവിടെ തുടങ്ങി. ഈ സമയം മണ്ണിൽ വിത്തുപാകുന്നതിനൊപ്പം കൃഷിയും കർഷകന്റെ ഉന്നതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങളുടെ വിത്തുകൾ സ്വന്തം മനസ്സിലും പാകിയിരുന്നു കൗമാരക്കാരനായിരുന്ന കൊച്ചെന്ന സിറിയക് ജോൺ. പക്ഷേ മനസ്സിൽ പൂക്കുന്ന സംരംഭങ്ങൾ വിളവെടുക്കാൻ വേണ്ട സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന് അക്കാലത്തില്ലായിരുന്നു. കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ധീരരുടെ വീരകഥകൾ പറഞ്ഞുകൊടുത്തും അവരെപ്പോലെ ജീവിതമൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കുവാനും സത്യത്തിന്റെ മാർഗത്തിൽ മാത്രം ജീവിക്കുവാനും നേരിനു വേണ്ടി പൊരുതുവാനും പഠിപ്പിച്ച മാതാവായ മറിയാമ്മയുടെ സാരോപദേശങ്ങൾ കൊച്ച് സായകമാക്കി. അക്കാലത്ത് A.V. തോമസ് കമ്പനിയുടെ വെട്ടിയൊഴിഞ്ഞ തോട്ടമെന്ന സ്ഥലം ഏറ്റെടുത്തു നടത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങി. അതിനായി മലയാളികളല്ലാത്ത AVT ഉദ്യോഗസ്ഥരുമായി അന്നത്തെ 10ാം തരക്കാരനായ സിറിയക് ജോൺ നിരവധി തവണ ബാംഗ്ലൂരിൽ AVT ഓഫീസിൽ ചെന്ന് ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയമാവുകയായിരുന്നു എന്ന് മാത്രമല്ല, ഫലം കിട്ടാതെ പോയ പ്രയത്നങ്ങളും യാത്രകളുമെല്ലാം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭാരം കൂട്ടുകയും ചെയ്തു. അലസ ജീവിതം നയിക്കാതെ ഈ സമയം കട്ടിപ്പാറയിലെ തന്റെ ബന്ധുക്കളും കർഷക സുഹൃത്തുക്കളുമായ ഇട്ടിപ്പാറ ഫ്രാഞ്ചി, അരിമാവിൽ കുഞ്ഞുവർക്കി, പള്ളിയോടിൽ ജോസഫ് തുടങ്ങിയവരുടെ സഹായത്തോടെ കൃഷിയിൽ തനിക്കുള്ള അറിവുകൾ അന്നാട്ടിലെ കൃഷിക്കാരുമായി പങ്കുവച്ചു. അത് അവിടുത്തെ കർഷകർക്ക് സഹായകമാകുകയും ചെയ്തു. ക്രമേണ കൊച്ചുകുട്ടിച്ചേട്ടനും കൊച്ചും കൂടി ആവിഷ്കരിച്ച വ്യത്യസ്ത പദ്ധതി പ്രകാരം കൃഷിയിലൂടെ ജീവിതം പച്ചപിടിച്ചു തുടങ്ങി. മണ്ണിനെ പ്രണയിച്ചവന് മണ്ണിന്റെ പ്രണയ സമ്മാനം. അധ്വാനിച്ചുണ്ടാക്കിയ ഹരിത സമൃദ്ധിയിൽ സിറിയക് ജോൺ സ്വയം പൂത്തുലഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് സിറിയക് നാട്ടുകാരുടെയും അവിടുത്തെ കർഷകരുടെയും കണ്ണിലുണ്ണിയായി മാറി. സിറിയക് ജോൺ എന്ന കൊച്ചേട്ടൻ പഠിപ്പിച്ചുകൊടുത്ത അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമല്ല, അദ്ദേഹവുമായി ചെലവിട്ട ബാല്യകാലവും ഇന്നും മനസ്സിൽ മയിൽപ്പീലിയായി സൂക്ഷിക്കുന്ന അനുജനായ കുഞ്ഞോഞ്ഞിന്റെ വാക്കുകൾ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് കുടിയേറ്റം നടക്കുന്നത്. അടുത്ത സ്കൂൾ വർഷത്തിലേ പിന്നീട് സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം കട്ടിപ്പാറ പ്രദേശത്ത് നഴ്സറി സ്കൂൾ പോലും ഇല്ല, എഴുത്തുപള്ളിക്കൂടം പോലും ഇല്ല, ആശാൻകളരി എന്ന് പറയുന്ന പോലും ഇല്ലാത്തൊരു പക്ഷേ എനിക്ക് അടുത്ത അക്കാഡമിക് ഇയറിൽ കല്ലാനോട് സെയിൻറ്റ് മേരീസ് ഹയർ എലിമെൻ്ററി സ്കൂളിൽ ചേരാൻ കഴിഞ്ഞു. ഏട്ടൻ വെക്കേഷൻ കാലത്ത് വീട്ടിൽ വന്നപ്പോൾ കണക്കൊക്കെ എന്നെ പഠിപ്പിച്ച് ഒരു ടെസ്റ്റ് നടത്തി അഡ്മിഷൻ കിട്ടാൻ സഹായം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജനങ്ങളോടുള്ള സമ്പർക്കം, സുഹൃത് വലയങ്ങളുടെ ശക്തി എന്നിവ ഒരു മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവ് ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് കൊച്ചേട്ടന് ലഭിച്ചതെന്ന കാര്യം അനുജൻ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തു. പഴയകാല 10ാം ക്ലാസ്സുകാരൻ എങ്ങനെ ഇത് വായിച്ചു മനസ്സിലാക്കിയെന്നുള്ളത് ഇന്നും അനുജന് ഒരതിശയമായി അവശേഷിക്കുന്നു. ജീവിതത്തിലുടനീളം ആ പുസ്തകത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 1953 തന്റെ 20ാം വയസ്സിൽ വരിക്കമാക്കൽ സ്കറിയയുടെ മകൾ അന്നക്കുട്ടി സിറിയക് ജോണിന്റെ ജീവിത സഖിയായെത്തി. സിറിയക്കിന്റെ ജീവിതത്തിൽ ശക്തമായൊരു സാന്നിധ്യവും സഹായവുമായിരുന്നു പത്നിയായ അന്നക്കുട്ടി. വരവനുസരിച്ച് ചിലവ് നിയന്ത്രിച്ച്
ഗാർഹിക കാര്യങ്ങളും കൃഷിയുടെ നടത്തിപ്പും സ്വയം ഏറ്റെടുത്ത് സിറിയക്കിന്റെ വിലയേറിയ സമയം സമൂഹത്തിന്റെ നന്മയ്ക്കായി ചിലവഴിക്കാൻ അവർ തന്നാലാവും വിധം സഹായിച്ചു. ക്രമേണ കൃഷിയിലൂടെ ജീവിതം പച്ചപിടിച്ചു തുടങ്ങി. സിറിയക് ജോണിന് ജീവിതത്തിലുടനീളം താങ്ങും തണലുമായി ഒപ്പം അന്നക്കുട്ടിയുമുണ്ടായിരുന്നു. ഈ ഒരു കൈത്താങ്ങ് സാമൂഹ്യ സേവനത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിലും കയറാൻ അദ്ദേഹത്തിന് മനഃശക്തി നൽകി. ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ജനങ്ങൾക്ക് ചെയ്തുകൊടുത്ത് അവരുടെ പ്രിയപ്പെട്ട കൊച്ചേട്ടനായി മാറി സിറിയക് ജോൺ. കർഷകരുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പ് വീണ ആ മണ്ണിൽ അങ്ങനെ സന്തോഷത്തിന്റെ ആർപ്പുവിളികൾ മെല്ലെ കേൾക്കുവാൻ തുടങ്ങി. ആ കുടിയേറ്റ ഗ്രാമത്തിൽ വേരുറച്ച് അനേകർക്ക് തണലാകുന്ന ഒരു മഹാവൃക്ഷമായി പടർന്നു പന്തലിക്കുകയായിരുന്നു സിറിയക് ജോൺ. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അംഗസംഖ്യ വർദ്ധിച്ചു. 5 പൈതങ്ങളുടെ ചിരിയും കളിയും സ്വർഗസമാനമാക്കിയ കുടുംബം. ഇക്കാലം കാർഷിക രംഗത്ത് സജീവ പ്രവർത്തകനായി മാറിയ അദ്ദേഹം അതിവേഗം ജനകീയനായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജനപിന്തുണ രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിലും പെട്ടു തുടങ്ങി. താമരശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്, റബ്ബർ ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ തുടങ്ങി സംസ്ഥാന സഹകരണ മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ തലപ്പത്തുവരെ സിറിയക് ജോൺ എത്തി. ചില തെരഞ്ഞെടുപ്പുകളിൽ സുഹൃത്തുക്കൾ തനിക്കെതിരായി മത്സരിക്കുന്നത് കണ്ടാൽ ഒന്നുകിൽ ആ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തോൽക്കുവാൻ നിൽക്കുകയോ ചെയ്യുമായിരുന്നു ഈ വ്യത്യസ്ത സ്വഭാവക്കാരൻ. പൊതുപ്രവർത്തനത്തിനൊപ്പം ഉപജീവന മാർഗത്തിനായി അദ്ദേഹം കെട്ടിടങ്ങളുടെ കോൺട്രാക്ട് പണി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അങ്ങനെ ചമൽ ഗവൺമെന്റ് സ്കൂളിന്റെ നിർമ്മാണം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നപ്പോൾ കോൺട്രാക്ട് പണിയിലുള്ള കൈക്കൂലി ഇടപാടുകൾ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ചു. ഈ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ സിറിയക് ജോണിനെ 1970 കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അവിടെ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ കെ അബുവിനെതിരെ ഒരു അട്ടിമറി വിജയം തന്നെ നടത്തി. ആ വിജയത്തിൽ അദ്ദേഹം കൈക്കൊണ്ട ആദർശം വ്യത്യസ്തമായിരുന്നു. ഏതൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായാലും ആ വ്യക്തിബന്ധങ്ങളെ ബാധിക്കരുതെന്നും എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ നിലപാട് പിന്തുടരുവാനുള്ള ആർജവം പിന്നീട് വന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പാലിക്കാനാവാത്ത വെറും വാഗ്ദാനങ്ങൾ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മന്ത്രിമാർ കൊടുക്കുന്നതിനെതിരെ അദ്ദേഹം നിയമസഭയിൽ ആഞ്ഞടിച്ചു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തിളക്കം കൂട്ടുകയാണുണ്ടായത്. ഇതിനു സാക്ഷിയായി അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ശ്രീ ആൾക്കൂട്ടം മത്തായിയുടെ വായ്മൊഴി നമുക്ക് ശ്രവിക്കാം. ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു നിലപാടെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ന്യായമായ ഒരു കാര്യത്തിന് ഇനി ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനോടും ന്യായമായ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ച് വർത്താനം പറഞ്ഞാൽ വിടൂല. അത് ആ നിലപാട് ഭയങ്കര. ഒന്ന് നമ്മളൊരു അനുഭവത്തിൽ കിട്ടണം, അത് വെട്ടിത്തുറന്ന് ചെയ്യിക്കുകയും ചെയ്യും. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മേൽ നടപടിക്ക് പോകാൻ ഒരു മടിയും മൂപ്പർക്കില്ല. ഇനി എത്ര വലിയ സുഹൃത്തായാലും ശരി, കാര്യം വളരെ ലോകത്തിൽ തന്നെ പറയും. ഏത് എൻ്റെ ഒരു വിഷയമുണ്ട്, ഇന്നതാണ്, ന്യായമായ കാര്യമാണ്, അതൊന്ന് ചെയ്തു കൊടുക്കണം. അത് പറ്റൂല എന്നുള്ളൊരു ധിക്കാരമായ നിലപാട് മൂപ്പരെടുത്ത് നടക്കില്ല. എടുത്താൽ അതിനപ്പം തന്നെ മറുപടിയും കൊടുക്കും. അത് അവനെ ചെയ്തില്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിക്കാനുള്ള മേൽ നടപടിക്ക് മൂപ്പർ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് പിന്നെ അതിനാ മുൻഗണന കൊടുക്കുക. അങ്ങനെ ഒരു കമാൻഡി പവറുള്ള മനുഷ്യനാണ്. സഭയ്ക്ക് അതൊന്നും അല്ല കാര്യം. സഭയ്ക്ക് വേറെ ആത്മീയമായ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതല്ലാണ്ട് രാജ്യത്തെ ഭരണസംഘടം കെട്ടിപ്പടുക്കുന്നതിനോ നിയമസഭയിലേക്ക് ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനോ ഒന്നും സഭയ്ക്കൊരു കാര്യമില്ല. അസംബന്ധമാണ്. ഒരു കുറച്ച് മലയോരക്കാരും കുറേ വേറെ ഏതെങ്കിലും ആളുകളും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെന്തെങ്കിലും ഞങ്ങൾ പറയുന്നിടത്ത് ഈ രാജ്യത്തെ വോട്ടല്ല എന്നുള്ള ധിക്കാരം. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഒരു പിന്നെ അലിഖിത നിയമമുണ്ട്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കാനുള്ള ആയിട്ട് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. കൽപ്പറ്റ നിയോജക മണ്ഡലം പിന്നീട് തിരുവമ്പാടിയായപ്പോൾ 1977 അദ്ദേഹം E.T. മുഹമ്മദ് ബഷീറിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തുകയും മലയോര മേഖലകളിലേക്കുള്ള പുതിയ വഴികളും പാലങ്ങളും നിർമ്മിച്ച് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു.
പിന്നീട് അദ്ദേഹം ശ്രീ എ കെ ആന്റണി വിഭാഗത്തിനൊപ്പം ചേർന്ന് 1980-ൽ NM ഹുസൈനെതിരെ വമ്പിച്ച ജനപിന്തുണയോടുകൂടി വിജയിക്കുകയും അന്നത്തെ മന്ത്രിസഭയിൽ ചീഫ് വിപ്പ് ആകുകയും ചെയ്തു. സ്വന്തം മണ്ഡലത്തിലെ ഓരോ പൗരന്മാരെയും പേരെടുത്ത് വിളിച്ച് തന്റെ തോളോട് ചേർക്കുവാനുള്ള മാസ്മര ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. He was MLA from Batheri, if I remember right. Right. Batheri, and he was the man who introduced me to Wayanad. I mean the whole of Wayanad. Very close friends. Yeah. ആദ്യം ഞാനും കൂടി ഷീറ്റ് കളിക്കായിരുന്നു. സീറ്റുകളുടെ ഉസ്താദാണ് ശ്രീജോ. പിന്നെ ഞാനതിന്ന് മാറി. ഞാൻ പിന്നെ ഷീറ്റ് കളി വടകര TV-യിൽ സാധാരണ സിറിയാക് ജോൺ MLA സാറും വേറൊരാളും വന്നിരുന്നു ഷീറ്റ് കളിക്കായിരുന്നു കേൾക്കും. ഞാനും സിറിയാക്കോട് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. വലിയ ഷീറ്റ് കളിക്കാരുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് റെപ്രസെന്റേറ്റീവ് റേറ്റിംഗ് സാധാരണയല്ല. ഔട്ട്സ്റ്റാൻഡിങ് റെപ്രസെന്റേറ്റീവ് ആസ് എൻ MLA. He did whatever could be done as an MLA. And consequently party benefited. He benefited Congress. He was highly respected. And I also rated him very high. He was the only MLA as a person. Apart from politics, I had great regard for him. Great regard for him. 1982-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിക്കു വേണ്ടി തിരുവമ്പാടിയിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ കാർഷിക മേഖലയിലെ അഴിമതിക്കളകൾ പറിച്ചെറിയുവാനും നേരിനുവേണ്ടി പൊരുതുവാനും കരളുറപ്പുള്ള കൃഷിമന്ത്രിയായി എത്തിയപ്പോൾ മണ്ണിന്റെ മനസ്സറിയുക മാത്രമല്ല, മണ്ണിന്റെയും വിളകളുടെയും മണ്ണിൽ വിത്തെറിയുന്നവന്റെയും തലക്കുറി മാറ്റിയെഴുതുവാൻ പിറന്നവനായിരുന്നുവെന്ന് കുറച്ചുനാൾ കൊണ്ടുതന്നെ അദ്ദേഹം തെളിയിച്ചു. മന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ അതിരൂക്ഷമായിരുന്നു. പക്ഷേ അവയെല്ലാം അദ്ദേഹം ബുദ്ധിപരമായി തരണം ചെയ്തു. 1983 വേനൽക്കാലത്ത് കൊടുംചൂടും വരൾച്ചയും കേരളത്തിലെ കാർഷിക മേഖലയെ മൊത്തമായി തകർത്തപ്പോൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ഹോസ്ദുർഗ് ഭാഗത്തെ ലക്ഷക്കണക്കിന് വാഴക്കൃഷികളും കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെട്ട ഓണാട്ടുകരയിലെ 30,000-ഓളം ഹെക്ടർ വരുന്ന നെൽപ്പാടങ്ങളിലെ കൃഷിയും വേനൽ ചൂടിൽ നശിച്ചപ്പോഴും അവിടുത്തെ കർഷകർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ റിവോൾവിംഗ് ഫണ്ടിൽ നിന്നും അർഹമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയും കൃഷിയിടങ്ങളിൽ ജലസേചനം എത്തിച്ചുകൊടുക്കുവാൻ കല്ലട ജലസേചന പദ്ധതിയുടെ നിർമ്മാണം അതിവേഗത്തിൽ തീർത്തുകൊടുക്കുകയും ചെയ്തു. ശ്രീ തച്ചടി പ്രഭാകരന്റെ ആവശ്യപ്രകാരം ജലമെത്താത്തിടത്ത് കുഴൽക്കിണറുകൾ സ്ഥാപിക്കുവാനും പമ്പ കല്ലട പദ്ധതിയിലൂടെ കൃഷിക്കാർക്ക് ജലം സംഭരിച്ചെത്തിച്ചു കൊടുക്കുവാനും അദ്ദേഹം മുൻകൈയെടുത്തു. കുടിയേറ്റ മേഖലകളിലെ കർഷകർക്ക് കുരുമുളക് കൃഷിയിലൂടെയുണ്ടായ നഷ്ടങ്ങളും കടബാധ്യതകളും നികത്താൻ ലോകബാങ്കിന്റെ സഹായത്തോടെ സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് യൂണിറ്റ് സ്കീമിലൂടെയും നബാർഡ് വഴിയും പരിഹാരം കണ്ടെത്തി. തുടർന്നെത്തിയ കാലവർഷവും അതിഭീകരമായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ കർക്കിടക പേമാരിയിലും കൊടുങ്കാറ്റിലും നഷ്ടം നേരിട്ട വാഴ, റബ്ബർ കർഷകർക്ക് സാമ്പത്തിക സഹായം നേടിക്കൊടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ, വെളിച്ചെണ്ണ ഇറക്കുമതി കേരളത്തിലെ കർഷകരെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ അവരുടെ കൂടെ നിന്ന് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടുവാൻ പോരാടുകയും ചെയ്തു. കേരളത്തിലെ കർഷകർക്കുള്ള സേവനങ്ങൾ വളരെ വേഗത്തിലെത്തിക്കുന്നതിനായി ഓരോ ഗ്രാമങ്ങളിലും കൃഷിഭവനുകൾ പോലുള്ള പല നൂതന പദ്ധതികൾ തുടങ്ങുകയും ക്ഷീരോത്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തലയാട് DCC ഭാരവാഹി ശ്രീ പോൾ മാഷിന്റെ വാക്കുകൾ. കൃഷിമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം വളരെ പ്രശോഭിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഉണ്ടായിരുന്ന സഹകാര്യങ്ങളെല്ലാം, സഹവകുപ്പുകളെല്ലാം, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും
അദ്ദേഹം വളരെ കൃത്യമായി എന്ന് പറഞ്ഞ പോലെ അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഏറ്റവും, കാരണം അദ്ദേഹം ഭരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അഴിമതിയില്ലാത്തൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. എല്ലാം സ്വന്തം ചെയ്യുക, അത് എല്ലാം സ്വന്തം പണം കൊണ്ട് എല്ലാം ചെയ്യുക, അങ്ങനെ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ കൃഷിഭവനുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച വലിയൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൃഷിഭവൻ. കേരളത്തിൽ മുഴുവൻ കൃഷിഭവനുകൾ, ഓരോ പഞ്ചായത്തിലും കൃഷിഭവനുകൾ സ്ഥാപിക്കുകയും കൃഷിക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, കൃഷിക്കാർക്ക് ഇതെന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ കൃഷിഭവനുകളിലൂടെ വേണം കൊടുക്കാൻ, കാരണം അല്ലാതെ ആര് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ എവിടെ പോകും? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ നിന്നുണ്ടായ ഒരു ആശയം എന്ന നിലയിലാണ് ആ കൃഷിഭവനുകളെല്ലാം ഉണ്ടായി. ഇപ്പോൾ വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പുമാണ്, ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യങ്ങളാണിതെല്ലാം. കേരളത്തിലെ ആദ്യത്തെ MLA റോഡായ തിരുവമ്പാടി തൊണ്ടിമ്മൻ അഗസ്ത്യൻമൂഴി റോഡ് യാഥാർത്ഥ്യമായത് ഇതേ കാലയളവിലാണ്. ആ റോഡാണ് അഗസ്ത്യൻമൂഴി കൈതപ്പൊയിൽ റോഡായി വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാലത്ത് അദ്ദേഹം ആവിഷ്കരിച്ച വ്യത്യസ്തമായ വികസനാശയങ്ങൾ മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ശ്രീ സൂര്യദാസ് ഓർത്തെടുക്കുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മണ്ഡലത്തിൽ യാത്ര ചെയ്ത ശേഷം ഏറ്റവും പ്രധാന പ്രശ്നം ജനങ്ങൾക്കൊരു സൂക്കേട് വരുന്ന ഒരു രോഗി, ഒരു ഉൾപ്രദേശത്തുള്ളവനെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഒരു വാഹന സൗകര്യം ഉണ്ടാകാൻ റോഡ് വേണം, എന്നാലേ വാഹനങ്ങൾ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ അദ്ദേഹം MLA ആയിരുന്ന കാലത്തും മന്ത്രിയായിരുന്ന കാലത്തുമൊക്കെ വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വയനാട്ടിലേക്കൊരു പുതിയ പാത, ഇപ്പോൾ തുരങ്കപാതയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൽപാത വേണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സൈറൺ മുഴക്കിക്കൊണ്ട് ഇങ്ങനെയൊരു ആവശ്യം വേണം, ഇത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് അന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനും സംസാരിക്കാനും അങ്ങനെയൊരു ജനങ്ങളുടെ ഒരു ആവശ്യം സഭയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും സിറിയക് ജോൺ സാർ തന്നെയായിരിക്കും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും അദ്ദേഹം ആവിഷ്കരിച്ച കൃഷിഭവനുകൾ പിന്നീട് മാതൃകയായി മാറി. എന്നാൽ കോൺഗ്രസിലെ അക്കാലത്തെ ചേരിപ്പോരും മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസവും അഴിമതി രാഷ്ട്രീയത്തിൽ താനൊരധികപ്പറ്റാണെന്ന തിരിച്ചറിവും മൂലം കൃഷിമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും പാർട്ടിയിലുണ്ടായിരുന്ന ജോസ് കുറ്റ്യാനിയും KK ബാലകൃഷ്ണനും സിറിയക് ജോണും ചേർന്ന് കുറ്റ്യാനി കോൺഗ്രസിന് ജന്മം നൽകുകയും ആ പാർട്ടി കോൺഗ്രസ് എസിൽ ലയിക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ NCPയും കോൺഗ്രസ് എസും ലയിച്ചപ്പോൾ 15 കൊല്ലക്കാലം NCPയുടെ ശക്തിയും ഏതാനും വർഷം സ്റ്റേറ്റ് പ്രസിഡന്റുമായിരുന്നു ആ തേരാളി. K. കരുണാകരനും K. മുരളീധരനും NCPയിൽ ചേർന്നപ്പോൾ NCPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം K. മുരളീധരന് വിട്ടുകൊടുക്കുകയും പിന്നീട് ശ്രീ AK ആന്റണിയുടെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും നിർബന്ധപ്രകാരം അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലെത്തുകയും ചെയ്തു. 4 തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ ചേരിതിരിവും കുതികാൽവെട്ടും കാരണം 3 തുടർ പരാജയങ്ങളുണ്ടായി. ഇന്നും അദ്ദേഹം ഒഴിഞ്ഞുവെച്ചുപോയ മലബാർ മേഖലയിലെ തിരുവമ്പാടി മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സിംഹാസനം പാർട്ടിക്ക് ഇതുവരെ തിരിച്ചുപിടിക്കാനായിട്ടില്ല. ഇക്കാലം കേരള രാഷ്ട്രീയത്തിന് നഷ്ടപ്പെട്ടത് അഴിമതിയുടെ കറകളില്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിനെയാണ്. സഹ്യന്റെ മാറിൽ കുളിരു ചാർത്തിയ കേരളനാടിന്റെ ജീവനാഡിയെയാണ്. പൊതുജീവിതത്തിലെ തിരക്കുകൾക്ക് ഒരു കുറവും വന്നില്ല. പക്ഷേ തന്റെ ഉയർച്ചയുടെ പ്രധാന ഘടകമായിരുന്ന പ്രിയപത്നി 2022 അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു. അത് അദ്ദേഹത്തെ ചെറുതായല്ല ഉലച്ചത്. പക്ഷേ മക്കളായ ബാബു, ബീന, മിനി, മനോജ്, വിനോദ്, മരുമക്കളായ സിൻസി ബാബു, ജോയ് തോമസ്, ജോസ് മേൽവട്ടം, അനിത ചൗധരി എന്നിവരുടെയും പേരക്കിടാങ്ങളുടെയും കൂടെയുള്ള ജീവിതവും അവരുടെ സ്നേഹസാമീപ്യവും ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്ത്വനമേകി. മധ്യ തിരുവിതാംകൂറിലെ കടപ്ലാമറ്റത്ത് തുടങ്ങി മലബാറിലും പിന്നീട് കേരളമൊട്ടാകെയും വ്യാപിച്ച
കർഷക പുരോഗതിയുടെ, സഹകരണ സംരംഭങ്ങളുടെ ഈ നായകൻ കുടുംബത്തിന്റെ വിളക്കായിരുന്നു. 2023 നവംബർ 30 കേരള ജനതയ്ക്കും കുടുംബത്തിനും ഒരു ദുഃഖദിനമായിരുന്നു. മലയോര മേഖലയുടെ കരുത്തുറ്റ ആ പ്രതിനിധി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിന്ന് എതിരാളിക്കൊരു പോരാളിയായി പ്രയത്നിച്ച ആ ജനനേതാവ് ഓർമ്മയായി. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാൻ വ്യക്തിപരമായും അതുപോലെ തന്നെ കോൺഗ്രസ് ട്രസ്റ്റിൻ്റെ നാമധേയത്തിലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. പരേതാത്മാവിന് നിത്യശാന്തിക്കായിട്ടുള്ള വിനയഭരിതമായ പ്രാർത്ഥനയിൽ കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. പ്രിയങ്കനായ സിറിയക്ക് ജോൺ ഏറെക്കാലത്തെ പരിചയവും ഏതാണ്ട് 50 കൊല്ലത്തിലധികം പരിചയമുള്ള വ്യക്തിയാണ് ഞാനുമായിട്ട്. അത്രയും ഇടപഴകി വളരെയധികം സ്നേഹത്തോടെ വർത്തിച്ച ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ ഇന്നും നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ദൈവം അദ്ദേഹത്തിന് എല്ലാവരും ശാന്തിയും. സ്നേഹമുള്ള കുടുംബത്തിൽ നിന്നാണ് ആ മനുഷ്യൻ്റെ വേർപാടുണ്ടായിട്ടുള്ളത്. അത് വളരെയധികം ഖേദമുണ്ട്, അതിൽ പ്രണാമം അർപ്പിക്കുന്നു. അന്ന് രാഷ്ട്രീയമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച പ്രയോഗമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം നല്ലതിനാവട്ടെ. ഇത്തരം പ്രതിഭകൾ ആയ മന്ത്രിമാർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ടാവണം എന്ന് മാത്രം. സിറിയക് ജോൺ സാറോടുകൂടി ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ആണ് അവസാനിക്കുന്നത്. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തൊരു മാതൃകാ പുരുഷനായിരുന്നു. എൻ്റെ പിതാവുമായി വളരെ ആത്മബന്ധമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബവുമായി അദ്ദേഹം എന്നും നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ആദർശ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ഗുണവും പേറുന്നവർക്ക് ഒരു തീരാ നഷ്ടമാണ്. നമ്മൾ പറയില്ലേ, ആദർശമുള്ള രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമുണ്ട്. അദ്ദേഹം രണ്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ നിലപാട് എക്കാലവും ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ആശയത്തിൽ നിന്നോ ഒന്നും അണുവിട വ്യതിചലിക്കാത്ത ഒരു കർക്കശ സ്വഭാവക്കാരൻ എന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് ഉറച്ച നിലപാടുകളുള്ള ഒരു വ്യക്തിയുടെ കർക്കശ സ്വഭാവമായിരുന്നു. മുൻ മന്ത്രി സിറിയക് ജോണിൻ്റെ മരണം വ്യക്തിപരമായി എനിക്കൊരു നഷ്ടമാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞാനുമായിട്ട് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ അനേകം ആളുകളുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് സിറിയക്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, കുടുംബത്തിലൊരു അംഗം എന്ന് പറയാം. 3 വട്ടം അദ്ദേഹം ഞങ്ങളുടെ തിരുവമ്പാടി മണ്ഡലത്തിലെ MLA ആയിരുന്നു. അപ്പോഴാണ് ഒരിക്കൽ 82 കാലത്ത് അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഓർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹമാണ് കോടഞ്ചേരിയിൽ കോളേജ് കൊണ്ടുവരാൻ വേണ്ടി ഉത്സാഹിച്ചത്. ഞാൻ അവിടുത്തെ ആദ്യകാല അധ്യാപകരിലൊരാളാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ പഞ്ചായത്തിലും കൃഷിഭവൻ കൊണ്ടുവന്നത് സിറിയക് ജോണാണ്. അപ്പോൾ അദ്ദേഹം കൽപ്പറ്റയിൽ നിന്ന് ജയിക്കുമ്പോഴും തിരുവമ്പാടി ജയിക്കുമ്പോഴൊക്കെ കൃഷി എന്താണ്, കർഷകൻ്റെ ജീവിതം എന്താണ് എന്ന് അനുഭവമുണ്ട് അദ്ദേഹത്തിന്. ഇതൊരു കുടിയേറ്റ കർഷകരുടെ കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ആ അനുഭവം, ആ തരത്തിലുള്ള ഉൾക്കാഴ്ച മുഴുവൻ അദ്ദേഹം MLA ആകുമ്പോഴും മന്ത്രി ആകുമ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായിട്ടും വലിയ നഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കും. ശ്രീ സിറിയക് ജോൺ രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ്. എപ്പോൾ കണ്ടാലും സൗഹൃദമായി പെരുമാറുകയും വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് പ്രതിപതി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അസാമാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ആനന്ദം എന്ന് പറയുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ്. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നൊരു നന്ദി പറച്ചിലുണ്ട്. രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, രാവിലെ വീട്ടിന് മുറ്റത്ത് കുറേ ആളുണ്ടാവും. അതിലൊരു 100 ആളുടെ കാര്യത്തിൽ ഒരു 10 ആളുടെ കാര്യം നടത്തി കൊടുക്കും. അതിൽ കുറച്ച് ആളുകൾ പ്രാർത്ഥിക്കും. അവരും കണ്ണുകൊണ്ട് ഹൃദയം കൊണ്ട് മനോഹരമായിട്ട് നന്ദി പറയും. അതൊരു വലിയ ഊർജ്ജമാണ്. ആ ഊർജ്ജം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ഊർജ്ജമാണ് സത്യത്തിൽ സിറിയക് സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹം MLA ആയി, മന്ത്രിയായി, അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി
തൻ്റെതായ ഒരു സമർപ്പിതമായ ജീവിതം നയിച്ചിട്ടുള്ള വലിയൊരു വ്യക്തിയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ളവരുടെ അതിൽ പുതിയ തലമുറയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് മതിപ്പുണ്ടാക്കാവുന്ന വിധത്തിൽ നമുക്കെടുത്ത് അവതരിപ്പിക്കാവുന്ന, ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്ന ഒരു ഗംഭീരമായ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു ജീവിതമാണ് ശ്രീ സിറിയക് ജോണിൻ്റെതെന്നാണ് ഞാൻ പറയുന്നത്. ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പച്ചയായ, ഉള്ളും പുറവുമൊക്കെ ഒരു നിറ, അകത്തൊരു നിറം പുറത്തൊരു നിറമൊന്നുമില്ല, അങ്ങനെയുള്ള ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന, രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഈ ജില്ലയിലെ സംസ്ഥാനത്തിനുള്ള കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയ, ഒരാളുടെ മുമ്പിലും ശിരസ് കുനിക്കാത്ത, ഒരാൾക്ക് വേണ്ടി അഭിപ്രായം ഒരു തവണ പോലും മാറ്റി പറഞ്ഞിട്ടില്ലാത്ത സിറിയക് ജോൺ എന്ന വലിയ നേതാവിനെ സ്വപ്രയത്നം മൂലം സമ്പാദിച്ച ഭൂസ്വത്തുക്കൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം വിറ്റുകൊണ്ടിരുന്നു. ഒരാളുടെ മുമ്പിലും നട്ടൽ വളക്കാത്ത അദ്ദേഹം അതുകൊണ്ട് തന്നെ പലരുടെയും ഗുഡ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല. ആദർശധീരൻ എന്ന പട്ടം നൽകാൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചതുമില്ല. ശരിയായ അല്ലാത്ത കാര്യങ്ങൾ ശരിയല്ല എന്ന് ഉറക്കെ പറഞ്ഞു. ഇത് പറയാൻ പദ്ധതികളൊന്നും അദ്ദേഹത്തിന് തടസ്സമായില്ല. യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ സിറിയക് ജോൺ ഉറച്ച നെഹ്റുവിയനാണ്. ഒരു സ്നേഹസ്വരൂപനായി ഒരു നേതൃരൂപത്തിൽ നമ്മോടൊത്തുണ്ടായിരുന്ന ആ നിലപാടുകളുടെ യഥാർത്ഥ നേതാവ് നമ്മളെ വിട്ടുപിരിയുമ്പോൾ ആ മനസ്സു പറയുന്നത് കേൾക്കാം. ഏതോ ലിഖിതങ്ങളിൽ വായിച്ചറിഞ്ഞതുപോലെ ഞാൻ എൻ്റെ വാത്മീകങ്ങളിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചല ധ്യാനത്തെ ചലനമായി ഒരു വൻ ശക്തിയായി ഉയർത്തുവാനായിരുന്നു. ഇപ്പോൾ എൻ്റെ ഈ ഓട്ടത്തിനൊടുവിൽ ഈ കല്ലറയിൽ ഇത്തിരി നേരം ഞാൻ വിശ്രമിച്ചോട്ടെ. നിങ്ങളുടെ കണ്ണീരിനും ഇളം കാറ്റിനും, ഞാൻ നടന്ന ഗ്രാമീണ പാതയോരങ്ങളിലെ കറുകപ്പുല്ലുകൾക്കും പക്ഷികളുടെ പ്രഭാതഗീതങ്ങൾക്കും എന്നെ ഉണർത്താൻ സാധിക്കയില്ലെന്ന സത്യമറിഞ്ഞുകൊണ്ട് ഞാൻ നക്ഷത്രങ്ങളോടൊത്തിരുന്ന് നിങ്ങളുടെ നന്മകളും സന്തോഷങ്ങളും കണ്ട് ആശ്വസിച്ചു കൊള്ളാം. നേരിൻ്റെയും നെറിവിൻ്റെയും നല്ലോർമ്മകളും അദ്ദേഹത്തിൻ്റെ ആദർശശുദ്ധിയും വർദ്ധിത വീര്യവും നമ്മോടൊപ്പം എന്നും ഉണ്ടാവട്ടെയെന്ന് നമുക്കോർത്തുകൊണ്ട് നാളെയുടെ യുവരാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പുഞ്ചപ്പാടങ്ങളിൽ പുഞ്ചിരി വിതച്ച് മലമുകളിലൂടെ അലറിവന്ന ഈ ഒറ്റയാൻ്റെ ജീവിത പോരാട്ടം ഒരു വെളിച്ചമാവട്ടെ.